ലിബിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ കൊലപ്പെടുത്തിയ കോപ്റ്റിക് ക്രൈസ്തവർ ഇരകളല്ലെന്നും രക്തസാക്ഷികളാണെന്നും ലെബനിലെ കോപ്റ്റിക് ആർച്ച് ബിഷപ്പ് ആംഗലോസ്. മാധ്യമങ്ങൾ ഇവരെ ഇരകളായി ചിത്രീകരിക്കുന്നത് തെറ്റാണെന്നും ഇവർ അടിയുറച്ച ക്രൈസ്തവ വിശ്വാസത്തിന്റെ സാക്ഷികളാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. 2015 IS ഭീകരർ 21 കോപ്റ്റിക് ക്രൈസ്തവരെ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കണ്ട് ലോകം നടുങ്ങിയത്. ലിബിയയിൽ മെഡിറ്ററേനിയൻ കടൽ തീരത്ത് നിഷ്കളങ്കരായ 21 ക്രൈസ്തവരെയാണ് തീവ്രവാദികൾ ശിരച്ഛേദം ചെയ്തത്. ഓറഞ്ച് വസ്ത്രം ധരിച്ച് ഭീകരർക്കൊപ്പം കൊലക്കളത്തിലേക്ക് നീങ്ങുന്ന ഇവരുടെ ദൃശ്യങ്ങളിൽ ഭീതിയോ അപമാനമോ അല്ല നിഴലിച്ചിരുന്നത്. ഉറച്ച കാൽവെപ്പോടെ നീങ്ങിയ ഇവരെ കടൽ തീരത്ത് മുട്ടുകുത്തി നിർത്തിയപ്പോഴും ക്രൈസ്തവ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയായിരുന്നു. ഭീകരരുടെ കൊലക്കത്തിയിലേക്ക് കഴുത്ത് ചേർത്ത് വയ്ക്കുമ്പോഴും അവരുടെ അവസാന നിശ്വാസം ഒന്നു മാത്രമായിരുന്നു: യാ റാബി യാസു, എന്റെ ദൈവമേ യേശുവേ. നിമിഷങ്ങൾ കൊണ്ടാണ് സിർട്ടയിലെ കടൽ തീരം രക്തം കൊണ്ട് ചുവന്നത്. ഈ ധീരമായ രക്തസാക്ഷിത്വത്തെ കേവലം ഇരകളുടെ മരണമായി ചിത്രീകരിക്കുന്ന മാധ്യമ രീതിക്കെതിരെയായിരുന്നു ലണ്ടൻ ആർച്ച് ബിഷപ്പ് ആംഗലോസിന്റെ പ്രതികരണം. വെറും ഇരകളാക്കുന്നത് അവരെ അപമാനിക്കുന്നതിന് സമമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലിബിയയിൽ ശിരച്ഛേദം ചെയ്യപ്പെട്ട് കൊലപ്പെടുത്തിയ 21 കോപ്റ്റിക് ക്രൈസ്തവരെ ഓർത്തഡോക്സ് പാത്രിയാർക്കീസ് തവദ്രോസ് രണ്ടാമൻ കോപ്റ്റിക് സഭയുടെ രക്തസാക്ഷികളായി പ്രഖ്യാപിച്ചിരുന്നു. ജന്മസ്ഥലമായ ഈജിപ്തിലെ എൽദാറിൽ രക്തസാക്ഷികളുടെ മധ്യസ്ഥതയിൽ നിരവധി അത്ഭുതങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കൊലപ്പെടുത്തിയ IS തീവ്രവാദികളോട് ക്ഷമിച്ചതായും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നുമുള്ള കുടുംബാംഗങ്ങളുടെ പ്രതികരണവും ലോകത്തിനു മുന്നിലെ വിശ്വാസ സാക്ഷ്യമായി മാറിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.